റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത രണ്ടുപേരെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടനല്ലൂർ സ്വദേശി ബിനിലിന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് ഏജന്റുമാരെ കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സിപിഎമ്മിന് പണം ഉണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള കടുംവെട്ടാണിതെന്നും ചെന്നിത്തല. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത തുറക്കുന്നതിന് മുൻപ് സർവീസ് റോഡിന്റെ വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തം. കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് അസ്ഥിക്കൂടം കണ്ടെത്തി. 3 മാസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രദേശവാസിയുടേതാണ് അസ്ഥിക്കൂടമെന്ന് നിഗമനം. ശക്തമായ ചൂടും കാറ്റും മൂലം തീപിടുത്തങ്ങളേറുന്നു. ഫയർഫോഴ്സ് നെട്ടോട്ടത്തിൽ. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അഗ്നിശമന സേന. വാർത്തകൾ വിശദമായി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത 3 പേരെ വടക്കാഞ്ചേരി പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ഏതാനും ദിവസം മുൻപ് കൊല്ലപ്പെട്ടിരുന്നു. ബന്ധു ജെയിനിന് വെടിയേറ്റിരുന്നു. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏജന്റുമാരെ ചോദ്യം ചെയ്തത്. ജെയിനിന്റെ പിതാവ് കൂത്തുപാറ സ്വദേശി കുര്യൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂവരെയും ചോദ്യം ചെയ്തത്. തയ്യൂർ സ്വദേശി സിബി, എറണാകുളം സ്വദേശി സന്ദീപ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. മകനെ ചതിച്ച് കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചുവെന്നാണ് കുര്യൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പോളണ്ടിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചുവെന്നാണ് പരാതി. പുറമേ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് എഗ്രിമെന്റ് വഴിയാണ് യുവാക്കൾ റഷ്യയിലേക്ക് പോയതെന്നും ഏജന്റുമാരിൽ 2 പേർ സന്ദീപ്, സുമേഷ് ആന്റണി എന്ന സ്റ്റീവ് ആന്റണിയും റഷ്യൻ പൗരത്വം ഉള്ളവരാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സിപിഎമ്മിന് പണം ഉണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള കടുംവെട്ടാണിത്. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ വെള്ളം വേണ്ടിവരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കാനാകില്ല. എക്സൈസ് വകുപ്പ് സിപിഎമ്മിന് കറവപ്പശുവാണ്. ഒയാസിസ് എന്ന കമ്പനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനിയാണ്. ഡൽഹി അഴിമതി കേസിൽ ഉൾപ്പെട്ട ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. ടെൻഡർ വിളിക്കാതെ ഒരു അപേക്ഷ എഴുതി വാങ്ങി മന്ത്രിസഭ അനുമതി കൊടുക്കുകയാണുണ്ടായത്. ഇത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഇടപാടാണ്. LDF പോലും അറിയാതെ നടന്ന ഈ ഇടപാട് രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത ഏകാധിപത്യ രീതിയിലാണ് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ മന്ത്രി MB രാജേഷിന് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഇനി ബ്രൂവറി വേണ്ടെന്ന് 1999 തീരുമാനമുണ്ട്. ഇത് നിലനിൽക്കെയാണ് ആരുമറിയാതെ പുതിയ തീരുമാനം. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇതിനെ നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഇത് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ ഒരു വർഷം വേണ്ടി വരുന്നത്. അപ്പോൾ MB രാജേഷ് പറയുന്നത് വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചത്. അതോറിറ്റി അതാണ് പ്രശ്നം. ഭൂഗർഭജലം ഉപയോഗിച്ച് ഇവിടെ മദ്യനിർമ്മാണം നടത്താനുള്ള നടപടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതാണ് പ്രശ്നം. അതിനെ എന്ത് ശക്തിയായി തന്നെയാണ് ഇതിനകത്ത് മന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഹിന്ദു വർഗീയ കാർഡ് കളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന വി ബലറാം അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വർഗീയ കാർഡിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. വർഗീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ അന്തിമ വിജയം കോൺഗ്രസിനുള്ളതാണെന്നും ചെന്നിത്തല പറഞ്ഞു. വി ബലറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള ബലറാം സ്മൃതി പുരസ്കാരം TN പ്രതാപനെ സമ്മാനിച്ചു. പുരസ്കാരമായി ലഭിച്ച 50,000 രൂപ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രതാപൻ കൈമാറി. സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും കൂടെ നടന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തിയെന്നും TN പ്രതാപൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ്
CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. അനിലക്കര, PT അജയ് മോഹൻ, CC ശ്രീകുമാർ, ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വയലിൻ കലാകാരി ഗംഗ ശശിധരനെ ചടങ്ങിൽ ആദരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത. കോടതി ജംഗ്ഷനിൽ സ്ഥിരം ഗതാഗത സ്തംഭനമാണ്. ഏതെങ്കിലും ചരക്ക് ലോറികൾ എത്തുന്നതോടെ കുരുക്കിന് തുടക്കമാകും. നീളം കൂടുതലുള്ള ലോറികൾ സർവീസ് റോഡിലേക്ക് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ തലങ്ങും വിലങ്ങും വരുന്ന മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ വരുന്നു. ഇതിന് പിന്നാലെ എത്തുന്ന ചെറിയ വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കും. ഇതോടെ 6 ഭാഗത്തുമുള്ള റോഡുകൾ കുരുക്കിലാകും. മാസങ്ങളായി തുടരുന്ന ദുരവസ്ഥ ഇപ്പോൾ അതിരൂക്ഷമാണ്. വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമ്പോൾ മാത്രം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കും. അല്ലാത്ത സമയങ്ങളിൽ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർമാരാണ് കുരുക്ക് ഒഴിവാക്കുന്നത്. ചാലക്കുടി ജംഗ്ഷൻ വികസിച്ചതോടെ ഇവിടേക്കുള്ള സ്വകാര്യ വാഹനങ്ങളുടെ വരവ് ക്രമാതീതമായി വർദ്ധിച്ചു. റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയുള്ള വാഹനങ്ങൾ അടിപ്പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അടിപ്പാത തുറക്കുന്നതിന് മുമ്പ് സർവീസ് റോഡിന്റെ വീതി കൂട്ടുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നു. മിനി സിവിൽ സ്റ്റേഷൻ മതിൽ പൊളിച്ച് കിഴക്കേ ഭാഗത്തെ സർവീസ് റോഡ് വീതി കൂട്ടുമെന്നാണ് ഉറപ്പു നൽകിയിരുന്നത്. പക്ഷേ അത് നടപ്പാക്കിയില്ല. ഗതാഗതക്കുരുക്കിൽ കുരുങ്ങുന്നതോടെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുന്നതും പതിവാണ്. ചാലക്കുടി അടിപ്പാതയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. TCV ചാലക്കുടി. കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. 3 മാസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രദേശവാസിയായ കരുവാത്ത് വീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണന്റേതാണ് തലയോട്ടിയും അസ്ഥികളുമെന്നാണ് നിഗമനം. തൂങ്ങി മരിച്ച വ്യക്തിയുടേതാണ് അസ്ഥികളെന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് തലയോട്ടി കണ്ടത്. പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിന് വേണ്ടി എത്തിയ നാട്ടുകാരനായ വിഷ്ണുവാണ് തലയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത്. എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് തലയോട്ടി കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. മരം മുറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു തലയോട്ടിയും അതുപോലെ എല്ലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ പറമ്പിൻ്റെ ഉടമസ്ഥനെ അറിയിച്ചതിന് ശേഷം പോലീസിൽ അറിയിച്ചു. ബാങ്ക് പാസ്ബുക്കും അതുപോലെ തന്നെ കുറച്ച് ചില്ലറ പൈസയും കൂടിയിട്ടൊരു കവറിൽ എടുത്തിരുന്നു. പാസ്ബുക്കിനകത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട്. കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി. ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. മരത്തിന്റെ കൊമ്പിൽ പൊട്ടിയ കയറിന്റെ കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട്. മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവും കിടക്കുന്നുണ്ട്. പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടി താഴെ വീഴുകയും തുടർന്ന് മൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയതെന്നുമാണ് കരുതുന്നത്. ഇടയ്ക്ക് നാട് വിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ. വർഷങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത്. സയന്റിഫിക് വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി. TCV എരുമപ്പെട്ടി. ശക്തമായ കാറ്റുമൂലം തീപിടുത്തങ്ങളേറുന്നു. ഫയർഫോഴ്സ് നെട്ടോട്ടത്തിൽ. ഒരാഴ്ചയായി തീപിടുത്ത സംഭവങ്ങൾ ഏറുകയാണ്. ദിവസം 10 ഫോൺ കോളുകൾ വരെ തീ അണയ്ക്കാനുള്ള കേസുകളായി വരുന്നുണ്ടെന്ന് തൃശൂർ ഫയർഫോഴ്സ് വ്യക്തമാക്കി. തീപിടുത്തങ്ങളുടെ എണ്ണം ഏറുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഗ്നിശമന സേന പറയുന്നു. ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ശ്രദ്ധ വേണം. കത്തിച്ച ശേഷം തീ പൂർണ്ണമായി അണഞ്ഞുവെന്ന് ഉറപ്പുവരുത്തണം. തീ പടരാവുന്ന ഉയരത്തിലുള്ള ഷെഡുകൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ എന്നീ ഭാഗങ്ങളിൽ തീ കൂട്ടരുത്. വഴിയോരങ്ങളിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കരുത്. രാത്രിയിൽ തീയിടാതിരിക്കുക. അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നും തീ പടരുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഇതിൽ ജാഗ്രത പാലിക്കണം. സ്ഥാപനങ്ങൾക്ക് ചുറ്റും ഫയർ ലൈൻ ഒരുക്കുകയും സ്ഥാപനങ്ങളിൽ കരുതിയിരിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വനമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ കാട്ടുതീ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. TCV തൃശൂർ. അഴീക്കോട് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. മുനമ്പത്ത് നിന്ന് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ചേന്നമംഗലം കരിപ്പായി കടവ് സ്വദേശി നിലവ് വീട്ടിൽ രമേശ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന സ്പീഡ് ബോട്ടാണ് പിടികൂടിയത്. അനുമതി പത്രമോ ആവശ്യമായ രേഖകളോ ഇല്ലാതെയാണ് ബോട്ട് കടൽ യാത്ര നടത്തിയത്.
3 കുട്ടികളടക്കം 8 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. പരിശോധനയിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകൾ ഇല്ലെന്നും വ്യക്തമായി. കസ്റ്റഡിയിലെടുത്ത ബോട്ട് പോർട്ട് ഓഫീസർക്ക് കൈമാറി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽ കുമാർ, സീ റെസ്ക്യൂ ഗാർഡുമാരായ ഷെഫീഖ്, സിജീഷ്, ബോട്ട് സ്റ്റാങ്ക് സന്തോഷ് മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കാട്ടൂർ പൊട്ടക്കടവ് പാലത്തിന് സമീപമുള്ള സ്ലൂയിസ് തകർന്നതിനെ തുടർന്ന് കനോലി കനാലിൽ നിന്നും ഓരുവെള്ളം കൃഷിസ്ഥലത്തേക്ക് കയറുന്നു. പ്രതിഷേധവുമായി കർഷക സംഘം കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. 1 വർഷം മുൻപ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച സ്ലൂയിസാണ് കഴിഞ്ഞ ദിവസം തകരാറിലായത്. സ്ലൂയിസ് തകരാറിലായതോടെ കർഷകരുടെ ആശങ്ക സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വേലിയേറ്റ സമയമായതുകൊണ്ട് വലിയ തോതിലുള്ള ഉപ്പുവെള്ളമാണ് കനാലിൽ നിന്നും ചെമ്പൻചാൽ, തണിച്ചിറ തുടങ്ങിയ കാർഷിക മേഖലയിലേക്ക് കയറുന്നത്. ഈ പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലും ഉപ്പുവെള്ളം എത്താൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട്. തകർന്ന സ്ലൂയിസ് കർഷക സംഘം കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ സന്ദർശിച്ചു. സ്ലൂയിസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി തകരാർ ഉടൻ പരിഹരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രദേശത്തെ ബ്ലോക്ക് മെമ്പറുടെ അനാസ്ഥയാണ് സ്ലൂയിസിന് തകരാർ സംഭവിക്കാൻ കാരണമെന്ന് കർഷക സംഘം ആരോപിച്ചു. പ്രസിഡന്റ് EC ജോൺസൺ, സെക്രട്ടറി EV അരവിന്ദാക്ഷൻ, ഭാനുമതി ബാലൻ, OK ഭാസി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലത്തിൻ്റെ സമീപമുള്ള ജൂലി കനാലിൽ ഷട്ടർ തള്ളിപ്പോയിട്ട് ഉപ്പുവെള്ളം കടന്ന് കൃഷിക്ക് വമ്പിച്ച നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അത് പണിതിട്ട് 1 വർഷമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ബ്ലോക്കിൻ്റെയാണ് പണി. പക്ഷെ അത് 1 വർഷം കൊണ്ട് തന്നെ അത് കേടുപാട് വന്ന് വെള്ളം ലീക്ക് കൃഷിക്ക് നാശം വരികയാണ്. ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ അനാസ്ഥയാണ് അതിന് കാരണം. കാട്ടൂർ പൊട്ടക്കടവ് പാലത്തിന് സമീപമുള്ള സ്ലൂയിസിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. സ്ലൂയിസ് തകർന്നതിനെ തുടർന്ന് മേഖലയിലെ കാർഷിക മേഖലയിലേക്ക് കനോലി കനാലിൽ നിന്ന് വ്യാപകമായി ഓരുവെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസും കർഷക സംഘവും സ്ലൂയിസ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്നാണ് രാവിലെ മുതൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. വൈകിട്ടോടെ അറ്റകുറ്റപ്പണി നടത്തി തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VA ബഷീർ, പഞ്ചായത്ത് അംഗം രമാഭായ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. പട്ടിക്കാട് പീച്ചി റോഡിൽ യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ പരസ്പരം വെട്ടിയ കേസിലെ പ്രതികളായ 5 പേർ പോലീസ് പിടിയിൽ. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ പീച്ചി റോഡ് ജംഗ്ഷനിലെ അടിപ്പാതയിൽ വെച്ച് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. പീച്ചി അമ്പലക്കുന്നത്ത് വീട്ടിൽ രാഹുൽ, പൊടിപ്പാറ നെല്ലിക്കൽ പ്രിൻസ്, മയിലാട്ടുംപാറ പുളിങ്കുന്നിൽ വീട്ടിൽ ക്ലിൻസ്, പയ്യനം പനച്ചിപ്പാറ വീട്ടിൽ അനിൽ, തെക്കുംപാടം മുണ്ടുമാറത്തിൽ ലിബി എന്നിവരാണ് പീച്ചി പോലീസിന്റെ പിടിയിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ മരായ്ക്കൽ പടിഞ്ഞാറയിൽ പ്രജോദ് തലയ്ക്ക് ഗുരുതര പരിക്കുകളോടെ പോലീസ് നിരീക്ഷണത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പറവൂരിനടുത്തുണ്ടായ വാഹനാപകടത്തിൽ പെരിഞ്ഞനം സ്വദേശിയായ യുവാവ് മരിച്ചു. പള്ളത്ത് സുരേഷിന്റെ മകൻ 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ആലുവയിലുള്ള സഹോദരിയുടെ വീട്ടിൽ പോയി തിരികെ ബൈക്കിൽ വരുന്നതിനിടെ മീൻ കയറ്റി വന്ന പിക്കപ്പ് ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലങ്ങാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പിലാവ് അക്കിക്കാവിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അക്കിക്കാവ് സ്വദേശി റൌഷാദിനാണ് അക്കിക്കാവിലെ ഇറച്ചിക്കടയ്ക്ക് സമീപത്ത് വെച്ച് മർദ്ദനമേറ്റത്. കണ്ടാലറിയാവുന്ന 2 പേരാണ് ആക്രമണം നടത്തിയതെന്ന് റൌഷാദ് പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച ഷിഹാബ് എന്ന വ്യക്തിയെ റൌഷാദ് വടിവാളുകൊണ്ട് ആക്രമിച്ച് കൈക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. സംഭവത്തിന്റെ വൈരാഗ്യമാണ് റൌഷാദിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ റൌഷാദിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കലുങ്ക് നിർമ്മാണത്തിലെ അനാസ്ഥ മൂലം കുടിവെള്ളം തടസ്സപ്പെടുന്നുവെന്ന് ആക്ഷേപം. പുല്ലാനിക്കാട് മുതൽ പുന്നമ്പറമ്പ് സെന്റർ വരെ നടക്കുന്ന റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ മുറിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഗതാഗത സഞ്ചാരം അനിവാര്യമാണെങ്കിലും വേനലിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ കുടിവെള്ളം തടസ്സപ്പെടുന്ന അവസ്ഥ ഉണ്ടായത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. കലുങ്ക് പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി വാഴാനി കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള കുടിവെള്ള വിതരണമാണ് ഇല്ലാതായത്. കുടിവെള്ള പൈപ്പുകൾ ബദൽ സംവിധാനങ്ങളില്ലാതെ മുറിച്ചു മാറ്റിയതാണ് പ്രശ്നത്തിന് കാരണം. അംഗൻവാടികളിൽ പോലും കുടിവെള്ളം ലഭിക്കുന്നില്ല. 20ഓളം കലുങ്കുകൾ പൊളിച്ച് നിർമ്മിക്കാനുണ്ട്. വിഷയത്തെക്കുറിച്ച് വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഓഫീസിൽ വിവരം അറിയിച്ചപ്പോൾ തൊടുന്യായങ്ങൾ പറഞ്ഞ് തടിയൂരുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. കുടിവെള്ള വിതരണം സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഓഫീസുകളിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് വാർഡംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ താലപ്പൊലി സമാപിച്ചു. പുലർച്ചെ അവസാനിച്ച എഴുന്നള്ളിപ്പ് ഭക്തിനിർഭരമായി. രാത്രി എഴുന്നള്ളിപ്പിന് കൊമ്പൻ അമ്പാടി ബാലൻ കോലമേറ്റി. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കേ മൂലയിലെത്തി കോലം ഇറക്കി. തുടർന്ന് കിഴക്കേ നടയിലുള്ള ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു. 4 ദിവസത്തെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷത്തിനിടെ നഗരത്തിൽ ക്രമസമാധാന ലംഘനം നടത്തിയ 25 പേർക്കെതിരെ കേസ്. 4ാം താലപ്പൊലി നാളിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 25 പേർക്കെതിരെയാണ് കേസ്. 6 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നഗരത്തിൽ 2 ഇടങ്ങളിലായി സംഘർഷമുണ്ടാക്കിയ 11 പേർക്കെതിരെയും അടച്ചിട്ട ബാറിൽ നിന്നും മദ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ച 4 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. കഞ്ചാവ് കൈവശം വെച്ചതിന് അസം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനായി 6 പേരെ കരുതൽ തടങ്കലിലാക്കി. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ 2 പേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. താലപ്പൊലി നാളുകളിൽ ഡിവൈഎസ്പി വി കെ രാജു, സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. കയ്പമംഗലം കാളമുറിയിൽ ബൈക്കുകളിലെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിച്ചു. കാളമുറി സ്വദേശി പോത്താംപറമ്പിൽ മനു, മതിലകം എമ്മാട് സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ നിസാം, കയ്പമംഗലം സ്വദേശികളായ കോലോത്തുംപറമ്പിൽ ഖമറുദ്ദീൻ, താലിബ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കാറിന്റെ ചില്ല് അടിച്ചു തകർത്തിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് കാരണമെന്ന് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ 2ാം വാർഷികം ചൊവ്വാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 2 വർഷത്തിനിടയിൽ വിവിധ മേഖലകളിൽ 3885 പേർക്ക് തൊഴിൽ പരിശീലനം നൽകിയതായും 99 പേർക്ക് സ്ഥിരം തൊഴിലും ലഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. അസാബ് അസോസിയേറ്റ് ഡയറക്ടർ കെ വി രാകേഷ്, അക്കാദമിക് ഹെഡ് അലി അക്ബർ കാമിൽ, രോഹിത് ദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മനുഷ്യന് നേരെയുള്ള വന്യജീവി ആക്രമണം ഒഴിവാക്കാൻ ശാസ്ത്രീയ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായി നടപ്പിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച DFO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചൂണ്ടയിൽ, സുഭദ്ര വണ്ടൂർ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, വുമൺ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന്റെ 91ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പദയാത്രയും ഗാന്ധി സ്മൃതി സംഗമവും നടന്നു. 1934 ജനുവരി 17 ഗാന്ധി പ്രസംഗിച്ച ചളിയംപാടത്തു നിന്നും ആരംഭിച്ച പദയാത്ര ഗാന്ധിജി വിശ്രമിച്ച അന്നത്തെ തിരുവിതാംകൂർ സത്രമായിരുന്ന റെസ്റ്റ് ഹൌസിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ സമാപിച്ചു. അനുസ്മരണ സമ്മേളനം പ്രമുഖ ഗാന്ധിയൻ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ ദർശനങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നീഡ്സ് പ്രസിഡന്റ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ചു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R ജയറാം, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഗുലാം മുഹമ്മദ്, കോർഡിനേറ്റർ KP ദേവദാസ്, ബോബി ജോസ്, ആശാലത, ദേവരാജൻ, മിനി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു.
ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS സുനിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PM ജിൻസ, പഞ്ചായത്ത് അംഗം വാർഡംഗം A രാജീവ്, സ്റ്റാഫ് സെക്രട്ടറി CG അനൂപ്, മാതൃസംഗമം വൈസ് പ്രസിഡന്റ് റിയ ഗിരീഷ്, KT ഋത്തിക് എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചിങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം പിന്നണി ഗായകൻ ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന വിവിധ മത്സരങ്ങളിൽ 75 കോളേജുകളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു. SCMS കോളേജ് കറുകുറ്റി സയൻസ് ആൻഡ് ആർട്സ് വിഭാഗത്തിലും ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, സാവിയോ ഫ്രാൻസിസ് ഫെർണാണ്ടസ് എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ഷെഡിൽ പ്രദേശവാസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അകമല സ്വദേശിയും നിലവിൽ ആറ്റൂരിൽ താമസിക്കുന്ന അയ്യൻകോട്ടിൽ 40 വയസ്സുള്ള രാജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേൽക്കുന്ന സംഭവങ്ങളേറുന്നു. ഷവർമ വിൽപ്പനയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭക്ഷണശാലകൾ. സമീപനാളുകളിൽ നിരവധി പേർക്കാണ് ഷവർമ മൂലമുള്ള ഭക്ഷ്യവിഷബാധയേറ്റിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എളവള്ളി ചിറ്റാട്ടുകരയിലെ വെൽക്കം ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചുള്ള വിഷബാധ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ്. ബോട്ടുലിനം ടോക്സിൻ എന്ന വിഷാംശമാണ് ഷവർമയിൽ വില്ലനാവുന്നത്. ഭാഗികമായി വേവിച്ച ഇറച്ചി തണുപ്പിച്ച് സൂക്ഷിക്കുന്നു, പിന്നെയും ഇത് ചൂടാക്കി ഉപയോഗിക്കുന്നു. ഷവർമ തയ്യാറാക്കുമ്പോൾ മുഴുവനായി വേവാത്ത മാംസഭാഗങ്ങളാണ് അപകടകരമാവുന്നത്. കോഴിമുട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മയണൈസും വില്ലനാകാറുണ്ട്. മയണൈസിനായി പാസ്ചറൈസ് ചെയ്ത മുട്ടകൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മയണൈസ് 2 മണിക്കൂറിൽ കൂടുതൽ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കരുത്. പാക്ക് ചെയ്ത് നൽകുന്ന ഷവർമയുടെ ലേബലിൽ 2 മണിക്കൂർ വരെ ഉപയോഗിക്കാം എന്ന് കൃത്യമായി ചേർക്കണം. ഷവർമ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫ്രീസറുകൾ കൃത്യമായ ഊഷ്മാവിൽ പ്രവർത്തിക്കണം. ഇതിനായി ടെമ്പറേച്ചർ മോണിറ്ററിംഗ് റെക്കോർഡ് കടയിൽ സൂക്ഷിക്കണം. എന്നാൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളും ഇത്തരം മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെന്നതാണ് വാസ്തവം. TCV തൃശൂർ. ജപ്പാൻ ഷോട്ടോക്ക് ആൻഡ് കരാട്ടെ അസോസിയേഷൻ ഇന്ത്യയുടെ 47ാമത് അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് P രാംദയാൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഇന്ത്യൻ ചീഫ് ഇൻസ്ട്രക്ടർ PK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ റഫറി കമ്മീഷൻ ചെയർമാൻ വിനോദ് മാത്യു വയല, അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷാജി ജോർജ്, ഷാജിലി മുനവർ, വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് മൻസൂർ, സൈനുദ്ദീൻ, മുഹമ്മദ് അലി, ഷിഹാബുദ്ദീൻ, ബേബി എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 10 രാജ്യങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കും. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. നേതൃത്വം വഹിക്കുന്നവർ ആ സംഘടനയിലെ ഇൻസ്ട്രക്ടറോടും മറ്റ് ഭാരവാഹികളോടും കാണിക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ ആ സംഘടന അതിൻ്റെ പാർട്ടിസിപ്പൻസിന് കൊടുക്കുന്ന പ്രാധാന്യം, അവസരങ്ങൾ. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിലെ ചുമർ ചിത്രങ്ങൾ തനിമ നിലനിർത്തി നവീകരിച്ചു സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കം കുറിക്കും. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രത്തിലെ ആദ്യ ബാച്ച് മുതൽ പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇതോടനുബന്ധിച്ച് കേരളീയ ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണ ലക്ഷ്യവുമായി ഏകദിന സെമിനാർ ചൊവ്വാഴ്ച നടത്തും. റേഷൻ മുടങ്ങിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നൈജോ ആന്റോ വാസുപുറത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത്, ജോൺ വട്ടക്കാവിൽ, സായൂജ് സുരേന്ദ്രൻ, AM ബിജു, ലിനോ മൈക്കിൾ, സന്തോഷ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. പോൾ പുല്ലോക്കാരൻ, കുട്ടൻ പുളിക്കലാൻ, ജോണി കൊട്ടേക്കാട്ടുകാരൻ, സ്മിത ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി.
ആശാ വർക്കർമാരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് INTUC നേതൃത്വം നൽകുമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ പറഞ്ഞു. INTUC ഓഫീസിൽ നടന്ന ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിദ്യാ രമേശ്, R രജനി, MR ജ്യോതി, ഓമന വിൽസൺ, KD സിജി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിനു സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് KK സതീശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ട്രഷറർ M പീതാംബരൻ, MV പ്രശാന്തൻ, KB ജയൻ, MM മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് VK വിജയലക്ഷ്മി അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ MK ജോസ്, PTA എക്സിക്യൂട്ടീവ് അംഗം VV രമ്യ എന്നിവർ സംസാരിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികവും രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര പിന്നണി ഗായകൻ KK നിഷാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദ അധ്യക്ഷത വഹിച്ചു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് മധു കാര്യാട്ട്, വാർഡ് മെമ്പർ ഹരീഷ് വിജി, MPTA പ്രസിഡന്റ് വിദ്യാ വിജയൻ, സ്കൂൾ ചെയർമാൻ MS മഹാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ഒരേ സ്ഥലത്തു നിന്നും 2 മലമ്പാമ്പുകളെ പിടികൂടി. ആറാട്ടുകടവ് മാമ്പിള്ളി സുബ്രഹ്മണ്യന്റെ പുരയിടത്തിൽ നിന്നുമാണ് മലമ്പാമ്പുകളെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിൽ 10 അടി നീളമുള്ള മലമ്പാമ്പിനെ ഇവിടെ കണ്ടെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ട് ഉണർന്ന വീട്ടുകാർ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു മലമ്പാമ്പിനെ കൂടി കണ്ടെത്തുകയായിരുന്നു. സ്നേക്ക് ക്യാച്ചർ കണ്ണൻ അഷ്ടപതി പിടികൂടിയ 2 പാമ്പുകളെയും വനം വകുപ്പിന് കൈമാറും. തെക്കുംകര പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC/ST വിഭാഗങ്ങൾക്കായി വാട്ടർ ടാങ്കിന്റെ വിതരണം നടന്നു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, C സുരേഷ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെയും ഗായകൻ P ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. യുവ എഴുത്തുകാരിയും കവയിത്രിയുമായ ജൈന ചക്കാമഠത്തിൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറിയും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ CA ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്, PK പ്രസാദ്, അസീസ് മഞ്ഞിയിൽ, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് പള്ളിവേട്ട നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് പ്രശോഭ് നമ്പൂതിരി പള്ളിവേട്ട ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പൈങ്ങോട്ടുമന ശ്രീഹരി വാസുദേവൻ സഹകാർമ്മികനായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തെടുത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ K കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി, CK പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മാള കാർമൽ കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൾട്ടിമീഡിയയുടെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ലെവൽ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ സമ്മാനദാനം നിർവഹിച്ചു. മാള പ്രസ് ക്ലബ്ബും ചാലക്കുടി പ്രസ് ഫോറം എന്നിവരുമായി സഹകരിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. മൾട്ടിമീഡിയ HOD ജിസ്ന ജോൺസൺ സംസാരിച്ചു. ചാലക്കുടി കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ്
സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി കിടപ്പ് രോഗികളെ വീടുകളിൽ എത്തി സന്ദർശിച്ചു. 15 വർഷമായി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് തളർന്നു കിടക്കുന്ന ഓലിക്കൽ ബിജുവിനെ രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം പരിശോധിച്ചു. കൂടാതെ 6 കിടപ്പ് രോഗികളുടെ ഭവനങ്ങളും ഗ്രൂപ്പ് അംഗങ്ങൾ സന്ദർശനം നടത്തി. KM ജോസ് വർഗീസ് പൊറായ്, ബെന്നി നബേലിൽ, ഓമന ജോസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽബീർ സ്കൂളുകളുടെ പ്രൈമറി, പ്രീ പ്രൈമറി സോണൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കിഡ്സ് ഫെസ്റ്റ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ അസ്കർ അലി കരിമ്പ അധ്യക്ഷനായി. MIC ആക്ടിംഗ് പ്രസിഡന്റ് സ്വതകത്തുള്ള നജീബ് KP മുഹമ്മദ്, MIC അൽബീർ മാനേജർ അബ്ദുൾ ഹമീദ്, MIC യൂണിറ്റ് ജനറൽ സെക്രട്ടറി PA ഇസഹാഖ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിൽ ടാറിംഗ് നടത്തി നവീകരിച്ച് പേരാമ്പ്ര പുത്തുക്കാവ് ചാത്തൻ മാസ്റ്റർ റോഡിലെ കാനകൾ സ്ലാബിട്ട് സുരക്ഷിതമാക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. റോഡിന്റെ ഒരു വശത്ത് നിർമ്മിച്ച കാനകൾ സ്ലാബ് ഇല്ലാത്തതിനാൽ തുറന്നു കിടക്കുകയാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടക്കാരും കാനയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതു സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് പരാതിപ്പെട്ടപ്പോൾ കാനകൾ സ്ലാബിട്ട് മൂടാനുള്ള ഫണ്ടില്ലെന്ന മറുപടിയാണ് കിട്ടിയതെന്ന് നാട്ടുകാരനും വിവരാവകാശ പ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. കാന ഭയാനകമായ രീതിയിൽ തുറന്നിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എന്താ പറയുക, റോഡ് സമമായിട്ടാണ് ഈ കാന നിൽക്കുന്നത്. റോഡിൽ നിന്ന് എന്തെങ്കിലും ഒരു തട ഈ കാനയുമായിട്ട് ഇവിടെ കാണാനില്ല. അങ്ങനെ ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് പരാതി കൊടുത്തപ്പോൾ പറയുന്നത് സ്ലാബ് ഇടുന്നതിനോ അല്ലെങ്കിൽ അതിന് സേഫ്റ്റി കൊടുക്കുന്നതിനോ വേണ്ടിയുള്ള ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അടിയന്തരമായി വളവുകളിലെങ്കിലും സ്ലാബ് ഇട്ട് മൂടി അപകടം ഒഴിവാക്കണം. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന പുത്തൂക്കാവ് താലപ്പൊലി, പേരാമ്പ്ര പള്ളിത്തിരുനാൾ എന്നീ ആഘോഷങ്ങൾക്ക് നൂറുകണക്കിന് ആളുകൾ ഇതുവഴി എത്തുമെന്നിരിക്കെ കാനയിൽ വീണ് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുറഞ്ഞപക്ഷം റോഡിന് വളവുള്ള ഭാഗത്തെങ്കിലും കാനകൾക്ക് ഫ്ലാബ് ഇടാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV ന്യൂസ്, കൊടകര. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ദാറുൽ കൗസർ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അൽ മിസ്ബ ദഫ്മുട്ട് പരിപാടി സംഘടിപ്പിച്ചു. കാളിയാറോഡ് തഖ്വ മാപ്പിള കലാവേദി, കഴിമ്പ്രം ഇഷൽ അറേബ്യ, ഇഷൽ ഹബീബ് എന്നീ സംഘങ്ങൾ ദഫ്മുട്ട് അവതരിപ്പിച്ചു. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് പോക്കാക്കില്ലത്ത് അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥികളായ VB അബു താഹിർ, PS ഷിഫാസ്, AN നിഷാദ്, KS സൽമാൻ ഫാരിസ്, ഷഹനാദ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 107ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TS ഷെനിൽ അധ്യക്ഷനായി. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ SHO G അജയ്കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് V രാജശ്രീ, വാർഡ് കൌൺസിലർ SM ജ്യോതി രവീന്ദ്രനാഥ്, VS ബീന, ഗോവിന്ദദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. 24-ന് വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടത്തും. 25, 26, 27 എന്നീ തീയതികളിലാണ് തിരുനാൾ. തിരുനാൾ കൺവീനർ CV ജോസഫ് തിരുനാൾ സപ്ലിമെന്റ് ഏറ്റുവാങ്ങി. സഹവാസവും നമ്മിൽ എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PS ശ്യാമ അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ, പ്രിൻസിപ്പൽ CA വിജി, ബാജി കുറുമ്പൂർ, MPTA പ്രസിഡന്റ് MK ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു.
വാടാനപ്പള്ളി മുല്ലപ്പള്ളി കരീപ്പാടത്ത് ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഗജവീരൻ ഊട്ടോളി ആനന്ദൻ ദേവിയുടെ തിടമ്പേറ്റി. 101 നാഗപടത്തോടുകൂടി 3000 ചതുരശ്ര അടി വിസ്തൃതിയിൽ വരച്ച നാഗക്കളം ഭക്തിസാന്ദ്രമായി. നാഗക്കളങ്ങൾക്ക് പുള്ളുവൻ മുരളിയും ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രശാന്തിമാരായ ഉണ്ണി പ്രബീഷ് എന്നിവർ നേതൃത്വം നൽകി. നാളെ നടക്കുന്ന കരിക്കിടിയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, സെക്രട്ടറി KS ദീപൻ, ട്രഷറർ KS വസുധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച നടക്കുന്ന കൊടകര ടൗൺ അമ്പിന്റെ ഭാഗമായി ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി സെറ്റ് ഇത്തവണ വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബാൻഡ് വാദ്യം, തേര്, LED കുടകൾ, സിനിമാറ്റിക് ഡാൻസ് എന്നിവയാണ് ഏകലവ്യ സെറ്റ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഷജിത് കളരിക്കൽ, TG അജോ, ജോയ് നെല്ലിശ്ശേരി, പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ പങ്കെടുത്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തളിക്കുളം പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അംഗൻവാടികൾക്ക് AC സ്റ്റുഡിയോ മീറ്റർ, വെയിങ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു. 59-ാം നമ്പർ ബാല്യ അംഗൻവാടിയിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ സന്ധ്യ മനോഹരൻ, സുമന ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യമായിട്ട് ACയിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യം. മങ്ങാട് RCCL LP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. ശരവണൻ പെരിങ്ങോട്, പ്രധാനാധ്യാപിക CD മിനി, TM ഷൈനി, ഷീജ സുരേഷ്, മാഗി അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിന്റെയും തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് വിനോദയാത്രയും കുടുംബസംഗമവും നടത്തി. തളിക്കുളം സ്നേഹതീരത്തേക്ക് നടത്തിയ വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജയ്ജൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് VNMM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 108-ാം വാർഷികം MLA സേവ്യർ ചുറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ഹെഡ്മിസ്ട്രസ് KK ഷീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയ്സൺ തെക്കുപുറം കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോയ് കുത്തൂർ വെള്ളാട്ടുകര സഹകാർമ്മികനായി. 24, 25, 26, 27 തീയതികളിലാണ് തിരുനാൾ. 24-ന് വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ, തുടർന്ന് ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം. 25-ന് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള അമ്പെഴുന്നള്ളിപ്പ്, രാത്രി മെഗാ ബാൻഡ് മേളം, തുടർന്ന് വർണ്ണമഴ. തിരുനാൾ ദിവസമായ 26-ന് രാവിലെ ആഘോഷമായ തിരുനാൾ ദിവ്യബലി, വൈകിട്ട് പ്രദക്ഷിണം, 27-ന് വൈകിട്ട് 7-ന് നാടകം എന്നിവ നടക്കും. ചിറ്റഞ്ഞൂർ കാവിലക്കാട് പൂര മഹോത്സവം ഈ മാസം 24-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ 20 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KR അനൂപ്, സെക്രട്ടറി CM അനിൽ, ഭാരവാഹികളായ TC സജീവ്, CK ഷാജി, PV വിബീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KSTA ജില്ലാ സമ്മേളനം പെരിങ്ങോട്ടുകരയിൽ നടന്നു. സമ്മേളനം മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ പിന്നോട്ടടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ,
ജില്ലാ വൈസ് പ്രസിഡന്റ് KC സജൻ, E നന്ദകുമാർ, IB ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ നാളെ ആഘോഷിക്കും. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ അന്തിക്കാട് SI K അജിത് നിർവഹിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. വികാരി ഫാദർ ജോസഫ് മരിങ്ങാത്തേരി, ട്രസ്റ്റിമാരായ KM റാഫേൽ, TL ജോസഫ്, ജോണി ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ നെൽസൺ ചിറയത്ത്, പബ്ലിസിറ്റി കൺവീനർ ബൈജു ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്ത 2 പേരെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടനല്ലൂർ സ്വദേശി ബിനിലിന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് ഏജന്റുമാരെ കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം CPM-ന് പണം ഉണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള കടുംവെട്ടാണിതെന്നും ചെന്നിത്തല. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത തുറക്കുന്നതിന് മുൻപ് സർവീസ് റോഡിന്റെ വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തം. കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് അസ്ഥിക്കൂടം കണ്ടെത്തി. 3 മാസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രദേശവാസിയുടേതാണെന്ന് അസ്ഥിക്കൂടമെന്ന നിഗമനം. ശക്തമായ ചൂടും കാറ്റും മൂലം തീപിടുത്തങ്ങളേറുന്നു. ഫയർഫോഴ്സ് നെട്ടോട്ടത്തിൽ. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അഗ്നിശമന സേന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.